ഹലോ ഗൈസ്, രാവിലെ എന്നെ ഇത് കോട്ടയം പോകാൻ വേണ്ടി ഇറങ്ങി. എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനുണ്ട്, അത് വാങ്ങാൻ വേണ്ടി കേട്ടോ പോകുന്നത്. ഇന്ന് ഇവനെയും കൊണ്ടല്ല കേട്ടോ പോകുന്നത്, ഓട്ടോയും കൊണ്ടാണ്. കാരണം ഇവനെയും കൊണ്ട് പോയാൽ ചിലപ്പോൾ ഞാനും അച്ഛയും കൂടെ പോകുന്നത്. അപ്പോൾ ഞാനും അച്ഛയും നനയും, അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ കടയിൽ കയറി ഒരു മുട്ടായി ഒരു ബിങ്കോയും, ഒത്തിരി ഒന്നും കഴിക്കണ്ട, ചിലപ്പോൾ ഛർദ്ദിച്ചാലോ എന്നോർത്ത് ഞാനൊരു മുട്ടായി ഒരു ബിങ്കോയെ കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇതേ സമയം 10:53 ആയായിരുന്നു. പിന്നെ ഒത്തിരി ലേറ്റ് ആവണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ പെട്ടെന്ന് പോയി ഡീസലൊക്കെ അടിച്ചത്. കാരണം ഇവിടുന്ന് 4-5 മണിക്കൂർ വേണം കോട്ടയത്തേക്ക് എത്താൻ. അത് കഴിഞ്ഞ് ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി കയറിയ കേട്ടോ. പൊറോട്ടയാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്തെന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫിൻ്റെ ചാറും പിന്നെ താറാവ് മുട്ടയും കൂടിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഭയങ്കര അഡിക്റ്റാണ് അതിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും. കാരണം അത് ചൂടോടെ തന്നെ കഴിക്കും വേണം. അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ കുടിക്കണം. അത് സൂപ്പറാട്ടോ. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോയി കേട്ടോ. പിന്നെ അങ്ങ് എങ്ങും നിർത്തിയൊന്നുമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലണമല്ലോ. 2 മണിക്ക് മുമ്പെങ്കിലും അവിടെ ചെന്നാലേ എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ എങ്ങും നിർത്തില്ല, നേരെ പോകുമായിരുന്നു. ഏലപ്പാറയൊക്കെ ആയപ്പോഴത്തേനും നല്ല മഴ പെയ്തു കേട്ടോ. ഞാനായിരുന്ന സീറ്റിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ മഴ കാരണം ഞാൻ പിന്നെ എണീറ്റിരുന്നു. അത്യാവശ്യം നല്ല മഴയായിരുന്നു അങ്ങോട്ടൊക്കെ. ഏലപ്പാറയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മഴ അങ്ങ് കുറഞ്ഞേ. കുറേ നേരം വണ്ടിയിലിരുന്ന് മടുത്തുകൊണ്ട് ഞാൻ ദേ പതുക്കെ മുട്ടായി എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കൂടെ കഴിഞ്ഞാൽ കേട്ടോ ആ ബിങ്കോ എടുത്ത് കഴിച്ചേ. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാക്കറ്റിൽ ബിങ്കോ നിറച്ച് കിട്ടുന്നത്. ഇത് ഞാൻ കുലുക്കി നോക്കിയപ്പോൾ തന്നെ നിറച്ചുണ്ടായിരുന്നു. അപ്പം ഞാനത് അച്ഛനെയും കാണിച്ചു കൊടുത്തു. ഇതേ 5 രൂപയ്ക്ക് ഈ പാക്കറ്റ് നിറച്ച് ബിങ്കോ കിട്ടിയിരുന്നു. പിന്നെ അത് ഞാനും അച്ഛനും കൂടി ഇന്ന് കഴിച്ചിട്ട് ഈ തേയിലത്തോട്ടമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോയി. അങ്ങനെ നമ്മൾ പാലെത്തി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. എനിക്ക് ഏറ്റുമാനൂരായിരുന്നു പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ 2:30 അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ഓർത്തുമില്ല. അപ്പം ബൈ ഗൈസ്. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ കാണാം.